അമരമ്പലം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ഈ വരുന്ന 22-ാം തീയതി ഞായറാഴ്ച നടക്കും. ഭാരവാഹികൾ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഹൈന്ദവ സമാജത്തിന്റെ ഉന്നതിയോട് അനുബന്ധിച്ച് രാജ്യത്ത് മുഴുവൻ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന RSSന്റെ 100-ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചും അതുപോലെ തന്നെ ഹൈന്ദവ ഏകീകരണവും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ പഞ്ചായത്ത് തല സമ്മേളനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഡിസംബർ 28-ാം തീയതി ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം വിവിധ പരിപാടികൾ ഈ പഞ്ചായത്തിൽ നടന്നു വരികയാണ്. ദേശീയ യുവജന ദിനത്തിൻ്റെ ഭാഗമായി വിവേകാനന്ദ ജയന്തി ആഘോഷിക്കുകയും വിവേകാനന്ദ ക്വിസ് സംഘടിപ്പിക്കുകയും ചെയ്തു. വിവിധ സ്ഥാനീയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് പഞ്ചായത്തിലെ 22 വാർഡുകളെയും 3 മേഖലകളായി തരംതിരിച്ചുകൊണ്ട് 3 പേരുകൾ നൽകി ദ്വാരക, അയോധ്യ, മധുര എന്നീ പേരുകൾ നൽകി പ്രവർത്തനം തുടങ്ങിയ ഈ സമിതി വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും വിവിധ സമ്പർക്ക പരിപാടികൾ നടത്തിക്കൊണ്ടും നമ്മുടെ ഏകതാ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ഭാഗമായി നടക്കുന്ന വിവിധ പരിപാടികൾ നമ്മളെല്ലാ കാലത്തും ഹിന്ദു ഐക്യം ഉണ്ടാവണമെന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന 22-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി 2:30 മണിക്ക് ഭജനയും അതിനുശേഷം ലഹരി മുക്ത ഭാരതം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാടകവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിൻ്റെ മുഖ്യ സന്ദേശം നൽകുന്നത് RSSൻ്റെയും ദേശീയ സംയോജകനായ നന്ദകുമാർ സാർ അവറുകളാണ്. അതുപോലെ തന്നെ അനുഗ്രഹ ഭാഷണം നടത്തുന്നത് ശ്രീരാമാനന്ദാശ്രമം മഠാധിപതിയാണ്. എല്ലാവരും ഈ പരിപാടിയിലേക്ക് എല്ലാ ഹൈന്ദവ സമൂഹത്തെയും ഏകീകരിച്ചുകൊണ്ട് ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പൊതു പരിപാടിയിലേക്ക് പഞ്ചായത്ത് തലത്തിലെ എല്ലാവരെയും ഈ വിദ്യുത് ക്ഷേത്രാങ്കണത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സ്വാഗത സംഘം PV നാരായണൻ നായർ, രക്ഷാധികാരികളായ V ഗോപാലൻ, അയ്യപ്പൻ TK കോളനി, MK രാധാകൃഷ്ണൻ, രാമചന്ദ്രൻ കക്കുഴി, ഉപാധ്യക്ഷന്മാരായ KP സുബ്രഹ്മണ്യൻ, രത്ന ഗോപി, കരിമ്പിൽ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു.